ഗൈസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ KSRTC ബസ്സിൻ്റെ പാർട്ട് 13 വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ ഇതുപോലെ ടോപ്പ് ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഗൈസ് ചെയ്യുന്നത്. വളരെ സിമ്പിളായിട്ട് ഉള്ള രീതിയിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. വലിയ ചിലവൊന്നും വരുന്നില്ല ഗൈസ്. നമ്മുടെ കയ്യിൽ തന്നെ കാണുന്ന ചില സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് നമ്മളിതിൻ്റെ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ലൈറ്റ് മിനിയേച്ചറും ടെക്ക് വീഡിയോസൊക്കെ ചെയ്യുന്നവരുടെ കയ്യിലൊക്കെ കാണുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കിയതെന്നൊക്കെ നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഈ വീഡിയോ എങ്ങനെയാണെന്ന് കമൻറ്റ് ചെയ്യുക ഗൈസ്. പിന്നെ ഇതുപോലെ മിനിയേച്ചറൊക്കെ ഉണ്ടാക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾ അയച്ചു കൊടുക്കുക ഗൈസ്. നമ്മളിപ്പോൾ KSRTC ബസ്സിൻ്റെ ഫസ്റ്റ് പാർട്ട് തൊട്ട് 13 പാർട്ട് വരെയാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നമ്മൾ ആ കമൻറ്റ് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് ഇതിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത് നമുക്ക് നോക്കാം ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നമ്മുടെ വണ്ടിയുടെ അളവിനനുസരിച്ച് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ട്രിപ്പായിട്ടൊരു പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മുടെ നേരത്തെ കട്ട് ചെയ്ത പീസിൻ്റെ രണ്ട് സൈഡിലും ഇതുപോലെ ചെരിച്ച് വെച്ച് കൊടുക്കാൻ വേണ്ടിയാണ് ഗൈസ് നമ്മൾ അതുപോലെ പീസ് കട്ട് ചെയ്തെടുക്കേണ്ടത്. അടുത്തായി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ നടുവിലുള്ളൊരു പീസാണ്. ഇതേപോലെ അറ്റം തൊട്ട് ഇങ്ങേ അറ്റം വരെ ഉള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഫോം ഷീറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഫോം ഷീറ്റ് ഇതുപോലെ സ്ട്രിപ്പായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഒട്ടിക്കുന്നത് എങ്ങനെയാണ് കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഒട്ടിക്കുന്നത് പറഞ്ഞാൽ ആ ഒരു ചെരിച്ച് വെച്ച പീസ് കയറ്റി വെച്ച് വേണം നമ്മൾ ഒട്ടിക്കാൻ. രണ്ട് സൈഡിലും ഇതുപോലെയാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ അത് ഒട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതേപോലെയാണ് ഗൈസ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മൾ ഇനി രണ്ട് സൈഡിലോട്ടും കുറച്ച് ഗ്യാപ്പ് ഇട്ട് പീസ് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഒട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട് ഫുള്ള്. ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് വേണം നമ്മൾ ഇതുപോലെ വേണം ഒട്ടിക്കാൻ വേണ്ടി ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്ന ആ ഒരു നടുഭാഗത്തുള്ള ആ ഒരു കമ്പിയും പിന്നെ ആ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള രണ്ട് സൈഡിലെ ഒരു പോർഷനാണ് ഗൈസ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇപ്പം നമ്മൾ കാണിക്കാൻ പോകുന്നത് ഇതിൻ്റെ നടുഭാഗത്തെ രണ്ട് സൈഡിലുള്ള കമ്പി സെറ്റ് ചെയ്യുന്നതാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമ്മൾ അതിന് വേണ്ടി നമ്മൾ പീസ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ലീഫ്ലറാണ് ഗൈസ് ഉപയോഗിക്കുന്നതിന് വേണ്ടി. ഈ ലീഫ്ലർ എന്ന് പറഞ്ഞാൽ എക്സോപ്പേനയുടെ ലീഫ്ലറാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു സൈഡിൽ 4 ലീഫ്ലർ എന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത്. കണക്ട് എന്ന് പറഞ്ഞാൽ ഒരു ലീഫ്ലറിൻ്റെ ബാക്കിൽ മറ്റൊരു ലീഫ്ലറിൻ്റെ ഒരു നിബുള്ള ഭാഗം ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും ഗൈസ്. ഇത് ഒട്ടിക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ കണക്ട് ചെയ്ത് വെക്കാൻ പറ്റും. അതുകൊണ്ടാണ് നമ്മൾ ഈ പെന്നാണ് എടുത്തേക്കുന്നത്. ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റുന്ന വേറെ ലീഫ്ലർ ഉണ്ടെങ്കിൽ നമ്മൾ അതെടുത്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടിച്ച് വെച്ചാലും മതി ഗൈസ്. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഗൈസ് കണക്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഒരു സൈഡിൽ 4 ഇതാണ് കണക്ട് ചെയ്തേക്കുന്നത്. നമ്മൾ 4 ലീഫ്ലർ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. ഗൈസ് അപ്പോൾ ഇത് വെക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇനി ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ ഉണ്ടാക്കിയെടുക്കണം. അതായത് ഇതുപോലെ സെയിം രീതിയിൽ തന്നെയാണ് നമ്മുടെ എക്സോപ്പേനൽ ലീഫ്ലർ 4 ഇതുപോലെ കണക്ട് ചെയ്താണ് ഗൈസ് നമ്മൾ ഉണ്ടാക്കുന്നത്. ഗൈസ് അപ്പോൾ നമ്മളങ്ങനെ 2 ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു അളവിലാണ് ഇത് സെറ്റ് ചെയ്യുന്നത് ഗൈസ് നമ്മുടെ വണ്ടിയിൽ മുകളിലായിട്ട്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. ഇതിന് നടുക്കൂടെയാണ് നമ്മൾ ലൈറ്റും സെറ്റ് ചെയ്യുന്നത്. പിന്നെ രണ്ട് സൈഡിലും മറ്റേ ലഗേജും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള കമ്പിയും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് പെയിൻ്റ് അടിക്കണം ഗൈസ്. നമ്മളപ്പോൾ മഞ്ഞ പെയിൻ്റാണ് ഇതിന് അടിക്കാൻ പോകുന്നത്. നീലയും കറുപ്പും ഒക്കെ ഉണ്ട്. നമ്മൾ ഇതിന് മഞ്ഞയാണ് ഗൈസ് അടിക്കാൻ പോകുന്നത്. ഇനി നമ്മൾ സൈഡിൽ ലഗേജ് വെക്കുന്ന പോർഷനാണ് ഗൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഇതുപോലെ ഒരു പീസ് പേപ്പർ എടുത്തിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അതൊന്ന് ചുരുട്ടി ഇതുപോലെ എടുക്കണം ഗൈസ്. ചുരുട്ടി എടുത്തതിന് ശേഷം നമ്മളത് ഫ്ലഷ് സ്റ്റിക്ക് വെച്ച് നന്നായിട്ട് ഒട്ടിക്കുക. അത് കഴിഞ്ഞ് അതിൻ്റെ അറ്റത്തുള്ള ആ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയുക രണ്ട് സൈഡിൽ. എന്നിട്ട് ഈ പീസ് എടുത്തതിന് ശേഷം നമ്മളാണെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മേൽഭാഗത്തിൻ്റെ നമ്മൾ ആ ഒരു ലഗേജ് വെക്കുന്നത് അത് നിങ്ങളുടെ ഐഡിക്ക് അനുസരിച്ച് എന്തെങ്കിലും നിങ്ങളൊക്കെയാണ് വെക്കുന്നത് ആ നോക്കിയിട്ട് നമ്മൾ ഈ ഒരു പേപ്പർ ചുരുട്ടിയെടുത്തത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വളച്ച് ഒന്ന് കൊടുക്കുക ഒരു സൈഡിൽ. ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ചെയ്തെടുക്കണം. ഇതുപോലെ 2 പീസ് നമ്മൾ ചെയ്തെടുക്കുക. എന്നിട്ട് എന്തേലും നീളത്തിലാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത്ര നീളത്തിൽ നിങ്ങൾ നോക്കിയിട്ട് അത് ഇവിടെ ഒട്ടിച്ചെടുക്കണം.
ഇനി നമ്മൾ ലഗേജ് വെക്കുന്ന പോർഷനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് കമ്പിയാണ് അതിൻ്റെ മണ്ണിൽ കൂടെ വെക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞാൽ കമ്പിത്തിരിയുടെ കമ്പിയാണ്. നമ്മൾ ക്രിസ്മസിനൊക്കെ കമ്പിത്തിരി മേടിക്കുക, അതിൻ്റെ ബാക്കി തന്നെ കമ്പിയാണ്. അപ്പോൾ ഈ കമ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗം മാത്രമേ എടുത്തിട്ടുള്ളൂ. ബെൻഡായിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതുപോലെ രണ്ടെണ്ണമായിട്ട് എടുക്കുന്നതെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ആ 2 പീസും എടുക്കുക കമ്പിയുടെ. അതിന് ശേഷം നമ്മൾ ഇതുപോലെ അടുപ്പിച്ച് ഒന്ന് വെക്കുക. എന്നിട്ട് നമ്മൾ കറക്റ്റ് അളവ് നോക്കാൻ വേണ്ടിയാണ് അടുപ്പിച്ച് വെക്കാൻ പറഞ്ഞത്. അതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു ചെറിയൊരു പേപ്പർ കഷ്ണം എടുക്കും. എന്നിട്ട് നമ്മൾ ഒരു കമ്പി എടുത്ത് ആ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കുക. എന്നിട്ട് അതൊന്ന് നമ്മൾ പ്രസ് ക്വിക്ക് വെച്ചൊന്ന് ഒട്ടിച്ചെടുക്കണം. ആ പേപ്പറും കമ്പിയായിട്ടൊന്ന് നല്ല രീതിക്കൊന്ന് ഒട്ടുന്നോളം വരെ നമ്മൾ ഇതുപോലെ പിടിച്ചുകൊണ്ടിരിക്കണം ഗൈസ്. നിങ്ങൾക്ക് വേറെ മെത്തേഡ് അറിയാമെങ്കിൽ നിങ്ങൾ അതുപോലെ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ആ കമ്പി ഒട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ടുള്ള പീസ് കമ്പി എടുത്തിട്ട് അതിൻ്റെ അപ്പുറത്ത് മറ്റേ കമ്പിക്ക് അടുപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ പശ വെച്ചൊന്ന് ഒട്ടിക്കണം. ആദ്യം ആ പേപ്പർ കമ്പിയിലൊന്ന് ഒട്ടി സെറ്റായതിന് ശേഷം ആണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒട്ടി സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പേപ്പർ ഇങ്ങനെ ചുരുട്ടി കൊടുക്കുക. ഒരുപാട് തിക്നെസ്സായിട്ട് ചുരുട്ടണ്ട, കുറച്ചൊന്ന് ചുരുട്ടി കൊടുത്താൽ 2-3 തവണ ചുരുട്ടി കൊടുത്താൽ മതി. അതിനുശേഷം നമ്മൾ അതിൽ പ്രസ് ക്വിക്ക് ചൊട്ടിച്ച് കഴിയുമ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. എന്നിട്ട് നമ്മൾ ബാക്കി വന്ന പേപ്പർ കഷ്ണം കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അത് നല്ല സ്ട്രൈറ്റായിട്ട് തന്നെ അടിപൊളിയായിട്ട് ഇരുന്നോളും ഗൈസ്. അത്യാവശ്യം ബലമൊക്കെ കൊണ്ട് പെട്ടെന്നൊന്നും പോകത്തൊന്നുമില്ല. നമ്മളിപ്പോൾ വെയിറ്റ് ഒന്നും കൊടുക്കുന്നില്ല, അതുകൊണ്ട് അതങ്ങ് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ബാക്കി ഈ കട്ടായി കിടക്കുന്ന എല്ലാ കമ്പിയുടെ പീസുകളും നമ്മൾ ഇനി ഇതുപോലെ കണക്ട് ചെയ്തെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ഒരു സൈഡ് 4 കമ്പിയാണ് വെക്കുന്നത്. അപ്പോൾ നമ്മൾ 4 എണ്ണമാണ് ഒരു സൈഡിൽ വെക്കുന്നത്. അതുകൊണ്ട് നമ്മൾ 4 എണ്ണം എടുത്ത് കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് തന്നെ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ എടുത്തിരുന്ന ആ ഒരു പീസ് ഉണ്ടല്ലോ, പേപ്പർ നമ്മൾ ചുരുട്ടിയെടുത്ത ആ പീസ് നമ്മൾ എന്തെങ്കിലും ഒരു അളവിലാണ് വെക്കുന്നത് നോക്കി നിങ്ങൾ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. നമ്മുടെ കമ്പിയുടെ അളവ് വെച്ച് നോക്കിയാലും മതി. അത് ഒട്ടിച്ചെടുക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതേപോലെയാണ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ 2 സൈഡിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു അളവിലാണ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് നേരെ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു ഫോം ഷീറ്റിൻ്റെ പീസ് സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അതിൻ്റെ അളവിൽ നമ്മൾ ഫോം ഷീറ്റ് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഒട്ടിക്കുന്നതെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഫോം ഷീറ്റിൻ്റെ ആ പീസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെച്ചാണ് ഗൈസ് നമ്മൾ ഒട്ടിക്കുന്നത്. ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ അടുപ്പിച്ച് വെച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക, അതൊന്നും പോകാതെ. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിയിലാണ് ഈ സാധനം ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ നോക്കി തന്നെ ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി കമ്പിയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് കാണിച്ചു തരാം എങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു രീതിക്കാണ് ഗൈസ് നമ്മൾ ഇതിൽ കമ്പി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഈ 4 കമ്പി നമ്മൾ ഇതിൽ ഇങ്ങനെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് കാണിച്ചാൽ നിങ്ങൾ എങ്ങനെയാണെന്ന് സംഭവം ഇരിക്കുന്നതെന്ന്. അപ്പോൾ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ഇതുപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. പക്ഷേ ഇത് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ഒരെണ്ണം കാണിച്ചു തരാം. നമ്മൾ ഒരു കമ്പി എടുത്തിട്ട് നമ്മൾ ആ ഒരു പേപ്പറിൻ്റെ പീസ് ഉണ്ടല്ലോ, നമ്മൾ അതിൻ്റെയും ഫോം ഷീറ്റിനെ നടുവിലായിട്ടാണ് നമ്മളിത് ഒട്ടിക്കുന്നത്. അപ്പോൾ ഒട്ടിച്ചിട്ട് കാണിക്കാം. അപ്പോൾ നമ്മളത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഇതേപോലെയാണ് നമുക്ക് ഒട്ടിച്ചിരിക്കുന്നത്. പേപ്പറിൻ്റെയും ആ ഒരു ഫോം ഷീറ്റിൻ്റെ നടുവിലായിട്ടാണ് നമ്മൾ ഒട്ടിച്ചേക്കുന്നത്. അപ്പോൾ ഇത് ഇനി ബലമില്ല ഗൈസ്. അപ്പോൾ ഇത് ബെൻഡായാലൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ KSRTC ബസ്സിലെല്ലാം ഇങ്ങനെ ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതുപോലെ തന്നെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കണം. അതിനുവേണ്ടി നമ്മൾ നേരത്തെ ചെയ്ത പോലെ പേപ്പറാണ് ഗൈസ് എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ അതെല്ലാം കൊടുത്തിട്ട് അപ്പുറത്തെ സൈഡിൽ ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ അങ്ങനെ ഫുള്ള് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. ഇതാണ് ഞാൻ പറഞ്ഞ സപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ പേപ്പർ ചുരുട്ടി വളച്ച് ഇതുപോലെ കൊടുത്താൽ മതി ഗൈസ്. അപ്പോൾ എന്നിട്ട് ആ കമ്പിയെല്ലാം ഇതിൽ ഒട്ടിച്ചെടുത്താൽ മതി. നമ്മളത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതും പൊട്ടിപ്പോകാതെ ഇരുന്നോളും ഗൈസ്. നമ്മളങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബലമൊക്കെ ഉണ്ട് ഗൈസ്. അപ്പോൾ ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ലൈറ്റാണ്. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ വട്ടം വരച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ എവിടെയൊക്കെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മൾ വട്ടം വരച്ച് വെച്ചതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ ലൈറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് കാണിച്ചാൽ ഈ ലൈറ്റ് എന്നൊക്കെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതുപോലത്തെ കുഞ്ഞ് ലൈറ്റാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ LED ലൈറ്റ്, നമ്മുടെ വണ്ടികളിലൊക്കെ ഉപയോഗിക്കുന്ന കൂട്ട് ലൈറ്റാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുഞ്ഞ് ലൈറ്റിൻ്റെ പോസിറ്റീവ് നെഗറ്റീവൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ലൈറ്റിൻ്റെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ ആ മേളിൽ കാണുന്നത് പോസിറ്റീവ്, താഴെ കാണുന്നതാണ് നെഗറ്റീവ് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് നമ്മൾ ഈ വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം.
അപ്പോൾ അതിന് മുമ്പ് നമ്മൾ ചുമ്മാ കൊണ്ട് ലൈറ്റ് സെറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, നമ്മളതിൻ്റെ മുകളിലൊരു കവറിങ് പോലത്തെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതുപോലെ ഗുളികയുടെ കവറാണ് എടുത്തിരിക്കുന്നത് ഈ ലൈറ്റ് മുകളിൽ നമ്മൾ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞ് ലൈറ്റ് സോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ കാണിച്ചത്. അപ്പോൾ നമ്മൾ ഒരെണ്ണം സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ സോൾഡ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെയാണ് വരുന്നത്. നമ്മൾ കുഞ്ഞ് വയറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ ഒരു വെട്ടം വരുന്നത്. അത്യാവശ്യം വെട്ടമുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഗുളികക്കൂട് ഇതിൻ്റെ മുകളിൽ ഈ ലൈറ്റ് സെറ്റ് ചെയ്തിട്ട് ഈ ഗുളികയുടെ ഈ കവറുണ്ടല്ലോ അത് നമ്മൾ ഇതിൻ്റെ മുകളിൽ സെറ്റ് ചെയ്യുന്നതായിരിക്കും. അത്യാവശ്യം നല്ല വെട്ടമുണ്ട്. അപ്പോൾ ഗുളിക കവറും കൂടെ വെച്ച് കഴിയുമ്പോൾ അത്യാവശ്യം നല്ല വെട്ടം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി 3 കൂടെ നമ്മൾ സോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളങ്ങനെ എല്ലാ ലൈറ്റും സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ 4 സോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനൊന്ന് തെളിക്കാൻ വെച്ചത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെട്ടം വരുന്നത്. 4 നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുന്നുണ്ട്. അപ്പോൾ ഈ ലൈറ്റ് സോൾഡ് ചെയ്തെടുക്കാനൊന്നും വലിയ പണിയൊന്നുമില്ല, ശ്രദ്ധിച്ച് ചെയ്താൽ മതി, ഓവർ ഹീറ്റും ആവരുത്. ഇനി നമ്മളിത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെ കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുന്ന ആ പീസ് എടുത്തതിന് ശേഷം നമ്മൾ 4 സെറ്റ് ചെയ്യുന്നത്. നമ്മൾ ഈ 4 റൗണ്ട് വരച്ച ഭാഗത്താണ് നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ച് വെച്ചിട്ട് മേളിൽ കൂടെ ഒരു ഹോൾ ഇട്ടിട്ട് നമ്മൾ വയറും കാര്യങ്ങളൊക്കെ മേളിൽ വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്, ലൈറ്റ് മാത്രമേ കാണത്തുള്ളൂ, വയറും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മേളിൽ കൂടെയാണ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളിതൊന്ന് തെളിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെട്ടം വരുന്നത് ഗൈസ്. അപ്പോൾ അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബാറ്ററിക്ക് ചാർജ് ഉണ്ടെങ്കിൽ നല്ല വെട്ടം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇനി സെറ്റ് ചെയ്യുന്ന ഈ ഗുളിക ഈ കവർ നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ 4 ലൈറ്റ് നമ്മൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഈ ലൈറ്റിൻ്റെ മുകളിൽ ഇതേപോലെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ ഇരുട്ടത്ത് കാണിച്ചു തരാം. അപ്പോൾ ഇത് ആ ഒരു ലൈറ്റിൽ തന്നെ അത്യാവശ്യം നല്ല വെട്ടമുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ അതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ചിലപ്പം ഈ ഒരു ഗുളിക കവറും കൂടെ വെക്കും. കാരണം എന്ന് പറഞ്ഞാൽ ഒരു ഒറിജിനൽ വണ്ടിയുടെ ഒരു ലൈറ്റ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നത്. ചിലപ്പോഴേ വെക്കുള്ളൂ, ഉറപ്പൊന്നുമില്ല. ഈ ഒരു കവറും കൂടെ വെക്കുമ്പോൾ ഒരു യെല്ലോ ലൈറ്റ് പോലെ നമുക്ക് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ചിലപ്പോഴേ വെക്കത്തുള്ളൂ ഗൈസ്. അപ്പോൾ നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്യത്തുള്ളൂ ഗൈസ്. പിന്നെ വയറും കാര്യങ്ങളൊക്കെ ഇതാണ്, ഇതിൻ്റെ മേളിൽ കൊണ്ടാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. കുറച്ച് നീളം കൂട്ടി തന്നെയാണ് നമ്മൾ സോൾഡ് ചെയ്തത്, അതുകൊണ്ടാണ് ഇങ്ങനെ വളച്ചൊക്കെ വെച്ചിരിക്കുന്നത്. നമ്മൾ ഇങ്ങനെ ഹോൾ ഇടുന്നതുകൊണ്ട് തന്നെ കുറച്ച് നീളം കൂട്ടി തന്നെ സോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഗൈസ്. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് നമ്മൾ ഈ പീസ് പെയിൻ്റ് അടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൽ പെയിൻ്റ് അടിക്കാൻ പോകുന്ന ഗൈസ്, നമ്മൾ ആ ലഗേജും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു പോർഷനും പിന്നെ ഇതിലെല്ലാം നമ്മൾ പെയിൻ്റ് അടിക്കണം ഗൈസ്. ലൈറ്റിൽ പെയിൻറ്റ് പറ്റാതെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ചിട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ പെയിൻ്റ് അടിച്ചിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ലൈറ്റിലൊന്നും പറ്റാതെ നല്ല ശ്രദ്ധിച്ച് തന്നെയാണ് പെയിൻ്റ് അടിച്ചത്. അപ്പോൾ നമ്മൾ ലൈറ്റിൽ നിന്ന് മറ്റേ ഒരു ഗുളികയുടെ കവർ സെറ്റ് ചെയ്യണം ഗൈസ്. അപ്പോൾ നമ്മളത് സെറ്റ് ചെയ്യണം. നമ്മൾ ഇവിടെ ഒന്നും പെയിൻ്റ് അടിക്കേണ്ട ആവശ്യമില്ല, ലൈറ്റിൻ്റെ വയറും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ആ ഒരു നടുക്കൂടെയുള്ള ഒരു കമ്പി ഉണ്ടല്ലോ നമ്മൾ സെറ്റ് ചെയ്ത് ലീഫ് കയറും വെച്ച്, അപ്പോൾ അത് പെയിൻ്റ് അടിച്ച് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് നമ്മൾ പെയിൻ്റ് അടിച്ച് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടും നമ്മൾ പെയിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിതെങ്ങനെയാണ് വെക്കുന്നതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ലൈറ്റ് വരുന്നതിൻ്റെ ഇപ്പുറത്തുമാണ് ഗൈസ് നമ്മൾ വെക്കുന്നത്. ഇനി നമ്മൾ ഈ ലൈറ്റിന് പുറമെ ഗ്ലാസിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ ഇതുപോലെ ഗുളിക കവർ എടുക്കണം ഗൈസ്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു സൈഡിൽ കൂടെ ഉള്ള പോർഷനൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഗൈസ്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ 2 ഇപ്പോൾ കട്ട് ചെയ്ത് നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇതുപോലെ നമ്മൾ 4 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് പീസ്. ഇച്ചിരി വലിപ്പമുള്ള ഗുളികയുടെ കവറാണ് ഗൈസ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 ഫിറ്റ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് വെക്കാൻ പോകുന്നത് ഇതുപോലെ ലൈറ്റ് നടുക്കായിട്ട് വരുന്ന രീതിയിൽ നമ്മളിത് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയാണ് എൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് ഓരോ ലൈറ്റിലും ഇത് വെക്കുന്നത് എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം ഗൈസ്, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ 4 ലൈറ്റാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ 4 ലൈറ്റിലും നമ്മൾ ഇതേപോലെ വെക്കണം. അപ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇനി ഇതിൽ ഒട്ടിച്ച് വെക്കണം ഗൈസ്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളിത് ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് 4. അപ്പോൾ ഇതിൻ്റെ ലുക്ക് വരുന്ന ഇതാണ് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഞാൻ തെളിച്ച് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ HW ബാറ്ററിയാണ് ഉപയോഗിക്കുന്നത്. HW ബാറ്ററി എടുത്തിട്ട് പോസിറ്റീവും നെഗറ്റീവും തിരിഞ്ഞു പോകാൻ തന്നെ കൊടുക്കുക. പോയാലും കുഴപ്പമില്ല, കത്തിയൊന്നും പോകത്തില്ല. അപ്പോൾ നമ്മൾ തെളിക്കാൻ പോവുകയാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ വെട്ടം വരുന്നത്, അതിൻ്റെ ലുക്ക് വരുന്നതും ഗൈസ്. അപ്പോൾ നമ്മൾ റൂമിലെ വെട്ടം നിർത്തിയിട്ട് ഇതിൻ്റെ ഒരു ഭംഗി നിങ്ങളെ കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഭംഗി വരുന്നത് ഗൈസ്. അത്യാവശ്യം വെട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെട്ടം എത്രത്തോളം ഉണ്ടെന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഇത്രയും വെട്ടം ഉണ്ട്. അപ്പോൾ ഇത്രയും വെട്ടം മതി, നമ്മുടെ വണ്ടിക്കകത്ത് ഇത്രയും വെട്ടം ധാരാളം. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത്.
നമ്മൾ ഇനി ആ ലൈറ്റിൻ്റെ 2 സൈഡിലുമാണ് നമ്മൾ മറ്റേ ആ ഒരു നേരത്തെ ലീഫ്ലെയറും വെച്ചുകൊണ്ടാക്കി വെച്ചാൽ ഒരു കമ്പി സെറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി അതെങ്ങനെയാണ് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മൾ നേരത്തെ പെയിൻ്റ് എടുത്ത് വെച്ചാൽ ലീഫ്ലെയറിൻ്റെ എല്ലാം നല്ല രീതിക്ക് തന്നെ പെയിൻ്റ് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ഇതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ നമ്മുടെ വണ്ടിയുടെ മേലെ സെറ്റ് ചെയ്ത പീസ് എടുത്തിട്ട് അങ്ങനെ എടുത്ത് വെച്ചാൽ ആ ലീഫ്ലെയർ കൂട്ടി ഒഴിപ്പിച്ച പെയിൻ്റ് എടുത്ത് സെറ്റാക്കി ഒരു കമ്പി പോലെ നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് എടുത്തിട്ട് അതിൻ്റെ സൈഡിലോട്ട് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ ഞങ്ങൾ സെറ്റ് ചെയ്യുക. ഗൈസ് അപ്പോൾ ഇതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിൽ സ്ട്രൈറ്റ് ആയിട്ട് വെച്ച് ഒട്ടിക്കുക. പൊട്ടിച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ 2 ഒട്ടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് വെച്ച് നന്നായിട്ട് തന്നെ ഒട്ടിക്കാൻ ശ്രമിക്കണം. പറഞ്ഞു പോയാൽ പിന്നെ ഒട്ടിക്കാൻ ഇച്ചിരി പാടാണ്, വണ്ടിയുടെ അകത്ത് വെച്ച് പറഞ്ഞു പോയാൽ. അപ്പോൾ നിങ്ങൾ ഇനി തെളിച്ച് കാണിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ HLD ബാറ്ററി എടുക്കുക, എന്നിട്ട് പോസിറ്റീവ് നെഗറ്റീവും കൊടുത്ത് തെളിക്കുക ഗൈസ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, എങ്ങനെയുണ്ടെന്നൊക്കെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇരുട്ടത്ത് വെച്ചുള്ള ഒരു വ്യൂ കാണിക്കാം. അപ്പോൾ ഇതാണ് ഇരുട്ടത്തുള്ള ഒരു വെട്ടം എന്ന് പറയുന്നതിൻ്റെ. ഇത്രയും വെട്ടമുണ്ട്, ഇത്രയും വെട്ടം മതി നമ്മുടെ വണ്ടി. ഇത്രയും വെട്ടം ധാരാളമാണ്. അപ്പോൾ ഇത്രയും വെട്ടം മതി നമ്മുടെ വണ്ടിയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതുകൊണ്ടാണ് 4 വെച്ചത്. വണ്ടിയുടെ അകത്ത് വെക്കുമ്പോൾ കുറച്ചുകൂടെ വെട്ടം ആകും, അപ്പോൾ നല്ല രസമായിരിക്കും കാണാൻ. ഇതാണ് ഇതിൻ്റെ ഒരു വ്യൂ ഇടുന്നത് ഗൈസ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ് ചെയ്ത് വെക്കുക ഗൈസ്. അപ്പോൾ നമ്മൾ വേറെ വീഡിയോസിന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എന്തിൻ്റെയൊക്കെ മിനിയേച്ചർ ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്, നമ്മളൊന്ന് നോക്കിയിട്ട് തീർച്ചയായിട്ടും ഉണ്ടാക്കുന്നതായിരിക്കും. പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് വെച്ചേക്കുക ഗൈസ്, ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും ഗൈസ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്, ബൈ. The storms we chase are leading us.